എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ കമ്പനിയിൽ റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ കമ്പനിയിൽ റിവ്യൂ മീറ്റിങ്ങിൽ നമ്മുടെ ഓരോ ടീമും അവരുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അതിൻ്റെ സൊല്യൂഷൻസും റെസൊല്യൂഷനും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ലിസ്റ്റിങ്ങിന് വേണ്ടി പോയിട്ടുള്ളൊരു സെയിൽസ്മാൻ പറഞ്ഞു, നമ്മുടെ ബാർകോഡുകൾ കൊളാപ്സ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? നമ്മളുടെ 2-3 ഐറ്റത്തിന് സെയിം ബാർകോഡാണെന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല, നമ്മൾ 2, 3, 4 തവണ ചെക്ക് ചെയ്തിട്ടാണല്ലോ ബാർകോഡ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഫൈനലി എന്തൊക്കെ വാദിച്ചാലും ഫാക്ട് നോക്കുമ്പോൾ സംഭവം ശരിയാ, ബാർകോഡുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഈ ബാർകോഡുകൾ മാറിയാൽ നമുക്ക് കിട്ടുന്ന പണി ചില്ലറ പണിയല്ല, ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒരു റോട്ടോഗ്രാവിയർ പ്രിന്റിങ്ങിലൂടെ പ്രിന്റ് ചെയ്ത ഒരു സിലിണ്ടറിൽ ഒരു ബാർകോഡ് മാറ്റണമെങ്കിൽ അതിൻ്റെ ആ സിലിണ്ടർ മൊത്തം മാറ്റണം. വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരും. നമ്മളാണെങ്കിലോ റീസെന്റ് എല്ലാ കവറുകളും ബാർകോഡ് വെച്ച് പുതുത് ചെയ്തതുമാണ്. അപ്പൊ ഇതിലൂടെ എനിക്ക് കിട്ടിയ ഒരു പാഠം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റെതായിട്ടുള്ള പ്രൊഫഷണൽസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടും. എങ്ങനെ ബെനിഫിറ്റ് കിട്ടും? നഷ്ടങ്ങളില്ലാത്ത ബെനിഫിറ്റ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പണി എന്താ? ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മളുടെ ഒരുപാട് സംഖ്യ നഷ്ടം വരും. ഇവൻ ഈ ബാർകോഡ് ഡാമേജ് ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പോയ പോക്ക്, ഇത് ഡിസൈൻ ചെയ്ത പാലക്കാട് മുതൽ ഇത് പ്രിന്റ് ചെയ്ത് വന്ന ഹൈദരാബാദിലെ കവർ കമ്പനി വരെ എത്തി. അപ്പോൾ ആ ഒരു ചില്ലറ സമയം കൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാനൊരു പ്രൊഫഷണൽസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും മിസ്റ്റേക്ക് വരില്ലായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ നമുക്ക് എവിടെയും നഷ്ടങ്ങൾ വരില്ല. താങ്ക് യു.